ഒരു നല്ലയപ്പൻ്റെ ചാവറുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി നൽകിയ കുടുംബച്ചട്ടങ്ങൾ അത് എഴുതിയിട്ട് 150 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ ഒരു സമയം വിശുദ്ധ ചാവറ പിതാവിൻ്റെ കുടുംബ ദർശനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളെ എപ്രകാരമാണ് രൂപപ്പെടുത്തിയതെന്നും ക്രിസ്തുവിലേക്ക് നല്ല ഉത്തമരായ വിശ്വാസികളായി വളർന്നു വരുവാൻ അവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചതെന്നുമുള്ള ഒരു പരിചിന്തനമാണ് ചാവരുളിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ടും നമ്മൾ നടത്തുക. നമുക്ക് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് CMI സഭയുടെ കോഴിക്കോട് സെൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ വിക പ്രൊവിൻഷ്യലും വിശുദ്ധ ചാവറ പിതാവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വർഷങ്ങളായി ഒരു തപസ്യ പോലെ ആ പഠനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഫാദർ തോമസ് പന്തപ്പിളാക്കിലച്ചനാണ്. തോമസ് പന്തപ്പിളാക്കിലച്ചൻ ചാവറ പിതാവിനെക്കുറിച്ച് പഠനം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സജീവമായ പഠനം തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷത്തോളം ആയിരിക്കുന്നു. ചാവറ പിതാവിൻ്റെ നാമകരണ നടപടിയുടെ ഭാഗമായി നടന്ന ചർച്ചകളിലും സെമിനാറുകളിലുമെല്ലാം അദ്ദേഹം ചാവറ പിതാവിനെക്കുറിച്ച് എഴുതിയ 20ഓളം വിലപ്പെട്ട പുസ്തകങ്ങൾ, 250 പരം വ്യത്യസ്തമായ ആർട്ടിക്കിളുകൾ, അത് ദേശീയ അന്തർദേശീയ ജേണലുകളിലെല്ലാം സജീവമായി ചർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠനങ്ങൾ, ഇത്തരത്തിൽ ചാവറ പിതാവിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിതം മുഴുവൻ ഈ ഒരു പഠനത്തിന് വേണ്ടി ഉപാസിക്കുകയും ചെയ്ത ആളാണ് ഫാദർ തോമസ് പന്തപ്പിളാക്കൽ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടിയോടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം റോയച്ചൻ ഒന്ന് വായിക്കും, കേൾക്കാം. ചാവറയച്ചൻ എഴുതിയ ചാവരുള്ളിലെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞായറാഴ്ച മുതലായ കടമുള്ള ദിവസങ്ങളിൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായൊരു പതിവാകുന്നു. ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു, ഇത് പിശാചിൻ്റെ ദിവസമാക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപായമാകുന്നു. ഞായറാഴ്ചകളിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ വല്ലവരും മരിച്ചാൽ ശേഷമുള്ളവർ സ്വന്തം ആത്മകാര്യങ്ങളെ ഉപേക്ഷിച്ച് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരിക്കുന്നതും ദൈവത്താലും വിശുദ്ധ പള്ളിയാലും നിഷേധിക്കപ്പെട്ട ദുർമര്യാദയാവും. അപ്പോൾ ചാവറ പിതാവ് ഈ ഒരു ഉപദേശത്തിലൂടെ കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസം എന്ന് പഴയ നിയമത്തിൽ തൊട്ട് ദൈവം തൻ്റെ ജനത്തെ ഓർമ്മിപ്പിച്ച് നിലനിർത്തിയ ആരാധനയുടെ ഒരു ദിവസം, അത് കേരളത്തിലെ കത്തോലിക്ക സമൂഹം, ക്രൈസ്തവ സമൂഹം പവിത്രമായി ആചരിക്കണം എന്ന സഭയുടെ ആ ഒരു ദർശനത്തിൻ്റെ തുടർച്ചയാണ്. നമ്മളിന്ന് ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വർത്തമാനകാലത്തിൽ മാത്രമല്ല, ഇതുവരെ നമ്മളിങ്ങനെ തുടർന്നു വന്ന കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഞായറാഴ്ച ദിനാചരണം ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയിൽ, കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഞായറാഴ്ച ദിനാചരണം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നു, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിലുള്ള ഒരു ശരീരഭാഷ, ഒരു വിശ്വാസം തുടരുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിലുള്ള ഒരു
പ്രവർത്തന ശൈലി നിലനിർത്താൻ ഈ ഒരു ഉപദേശം അല്ലെങ്കിൽ ഈ ഒരു ദിനാചരണം നമ്മളെ എങ്ങനെയാണ് സഹായിച്ചിരിക്കുന്നത്? തോമസിന് ചാവറേച്ചൻ്റെ ഈ ഒരു ദർശനത്തെ പറ്റി എന്തുകൊണ്ടാണ് ചാവറേച്ചൻ പിന്നെ ഇതേ ദർശനം തന്നെ വീണ്ടും ആവർത്തിച്ച് കേരളത്തിലെ ഈ ജനത്തോട് പറയാനായിട്ട് കാരണം? അദ്ദേഹം ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ നമ്മുടെ കേരള സഭയുടെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അന്ന് ഇതുപോലെ കൃത്യമായ രീതിയിൽ 1868 ഈ ആ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഞായറാഴ്ചകളിൽ കൃത്യമായ രീതിയിൽ എല്ലാ വിശ്വാസികളും പള്ളികളിൽ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങയുടെ പരിചയത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പഠനങ്ങളിലൂടെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുക, അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ കാണുന്നിടത്തോളം എണ്ണം ഇടവകളോ പള്ളികളോ ഇല്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ വീട്ടിൽ നിന്നും പലപ്പോഴും വളരെ അകലെയുള്ള പള്ളികളിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കുചേരുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. അത് അവർ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പള്ളി ദൂരെ ആയിരുന്നതുകൊണ്ട് യാത്ര, പിന്നെ കുർബാനയ്ക്കുള്ള പോക്ക് തന്നെ ഒരു വലിയൊരു മതകർമ്മം പോലെയായിരുന്നു. പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കൊന്തിയൊക്കെ ചെല്ലി, അല്ലേ? അങ്ങനെയല്ലേ പണ്ട്? തീർച്ചയായിട്ടും. പിന്നെ ഈ അകലങ്ങളോ യാത്രാ സൗകര്യത്തിൻ്റെ കുറവോ ഒന്നും അന്നത്തെ രീതിയിൽ അധികം വിശ്വാസികളിലും അതൊരു ബാധ്യതയായിട്ട് തീർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് അത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ടും ആ വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് ഉള്ള ഉപാധിയായിട്ടും ദേവാലയത്തിലേക്ക് ഞായറാഴ്ച ദിനങ്ങളിൽ അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പോയി പങ്കുചേരുക എന്നുള്ളത് ജീവിത ഭാഗമാക്കി അന്നത്തെ ആളുകൾ ചിന്തിച്ചിരുന്നു. മാത്രമല്ല, വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പള്ളിയിലെത്തിയിരുന്നു. പള്ളി ദൂരെയുള്ളവരായിരുന്നു ഒരു പക്ഷേ ആദ്യം വരുന്നത്. അങ്ങനെയാണല്ലോ, ഇന്നും അങ്ങനെയാണല്ലേ. ഏറ്റവും അകലെയുള്ളവരാണ് നേരത്തെ തന്നെ ഒരുങ്ങി ആദ്യം വരുന്നത്. പക്ഷേ പള്ളിയുടെ അടുത്തുള്ളവർ, അല്ലെങ്കിൽ പള്ളിക്ക് നടന്നെത്താൻ ദൂരമുള്ള പലപ്പോഴും പല സ്ഥലങ്ങളിലും കുർബാനയിൽ തുടക്കം തൊട്ടേ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു ശൈലി ഫോളോ ചെയ്യാതിരിക്കുന്നു, അല്ലേ? പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പണ്ട് ദൂരെയാണ് പള്ളി, പക്ഷേ അവിടെ കൃത്യസമയത്ത് കുർബാനയ്ക്ക് എത്താൻ വേണ്ടി മുന്നൊരുക്കം നടത്തി ഒരു കുടുംബമല്ല പല കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നൊരു രീതി. അതൊരു വിശ്വാസ ശൈലിയായിരുന്നു. ഇന്നത് നമുക്കൊരു പരിധിവരെ കൈമോശം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു കടമുള്ള ദിവസമെന്നാണ് പറയുക, അല്ലേ? നമുക്കൊരു ഉത്തിരിപ്പ് കടം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അത്തരത്തിൽ ഒരു വിശ്വാസം നൽകുന്നൊരു ബാധ്യത ഏറ്റെടുക്കാൻ ഇന്ന് തലമുറകൾ തയ്യാറാണോ? കുടുംബങ്ങൾ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അതിന് സന്നദ്ധത കാണിക്കാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു എന്ന് വേണം പറയാനായിട്ട്. സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, സമയം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ മൂല്യങ്ങൾക്ക് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ഓരോ മതത്തോടും ബന്ധപ്പെടുത്തിയ ആ വിശ്വാസം അത് പ്രകടിപ്പിക്കുന്ന അവസരമാണ്, വേദിയാണ് ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, അല്ലെ മോസ്കുകൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പ്രകടിപ്പിക്കാനായിട്ട് ഉള്ള ആ അവസരം വെറും പ്രകടനത്തിന് വേണ്ടിയല്ല, അത് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ നിന്നും ഉളവാകുന്നൊരു കാര്യമാണ്. അത് പ്രകടിപ്പിക്കാനായിട്ട് ഇന്നത്തെ മറ്റ് ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഒരുക്കമില്ലാതെ വരുന്നു. അതുകൊണ്ട് ഇതിൽ വീഴ്ചകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് മറ്റു പല മതങ്ങൾക്കും അവരുടെ നിഷ്ഠയോടുകൂടിയ വിശ്വാസ പരിശീലനം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അത്ര നിഷ്ഠയോടുകൂടി ഒരു ശീലമായി ഈ ഒരു വിശ്വാസ പരിശീലനം വന്നു എന്നുള്ളത് കൊണ്ടാണ് 150 വർഷത്തെ നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇവിടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്രയും കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടായി. തോമസിനും പറഞ്ഞത് പിന്നെ നമ്മുടെ പഴയ കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യം നമ്മുടെ കേരളത്തിൽ വളർന്നു വന്ന ഒരു സാഹചര്യമാണ്. ചാവറച്ചൻ ആ ഒരു കാലത്താണ് ഇത് എഴുതിയത്. അങ്ങനെ വളർച്ചയുടെ ഒരു സാധ്യത കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചട്ടം തന്നെ അദ്ദേഹം എഴുതി വെച്ചതും അത് അനുശീലിക്കാൻ വേണ്ടി അന്ന് നിലവിലിരുന്ന 200ഓളം വരുന്ന കത്തോലിക്ക ദേവാലയങ്ങളെ, ആ ദേവാലയങ്ങളിലെ ഇടവക ജനങ്ങളെ നിഷ്കർഷിച്ചത്.
ഓക്കെ. നമുക്കിന്ന് എനിക്ക് ഈ കാരണന്മാരുടെ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നവരാണ്, നിങ്ങളൊരുമിച്ച് മക്കളുമായിട്ട് പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമുക്ക് ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള വിശ്വാസ പ്രഘോഷണമായിട്ട് ഈ ഞായറാഴ്ച കുർബാന മാറുന്നുണ്ടോ? ഞായറാഴ്ച ദിനാചരണം മാറുന്നുണ്ടോ? എന്താണ് പറയാൻ? എൻ്റെ പേര് ജെയ്സൺ. ഞാൻ അമലാപുരി, കോഴിക്കോട് അമലാപുരി ഇടവകയിൽ നിന്ന് വരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാതിരി വണ്ടി വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ 3-4 കുടുംബങ്ങൾ ഒരുമിച്ച് പള്ളി പോകണ നേരത്ത് ഒരുമിച്ച് പോകാനൊക്കെ പറ്റിയെന്ന് വരും. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇന്ന് എന്താ വെച്ചാൽ ഒരു വീട്ടിലെ തന്നെ എല്ലാവരും ഒരുമിച്ച് പള്ളി പോകുന്ന കാലഘട്ടം പോലും അല്ല ഇപ്പോൾ. എന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഒരു ഭാഗത്ത് പോകുന്നു, പിന്നെ മക്കൾ വേറെ പോകുന്നു. പിള്ളേർ വേറെ ഇന്നത്തെ കാലത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അന്ന് ചിലപ്പം ഇത്രയും ദൂരത്തിലുള്ള ഒരു പള്ളിയിൽ പിന്നെ മാതാപിതാക്കൾക്ക് ഒരു കുർബാന, പിന്നെ കുട്ടികൾക്ക് കുർബാന, അങ്ങനെയില്ല. ഒറ്റ കുർബാനയായിരിക്കും, അതുകൊണ്ട് ഒരുമിച്ച് പോയി വരും. ഇന്ന് പക്ഷേ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കാറ്റഗിസം കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് കുർബാന ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ആ കുട്ടികളെല്ലാവരും കൂടെ അതിന് പോകുന്നില്ല നല്ലത്. അല്ല, അപ്പൊ അതുപോലെ ഒരുമിച്ച് പോക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു വീട്ടുകാർ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു തൊട്ടുള്ള അയൽവക്കങ്ങൾ ഒരുമിച്ച് പോവാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്നത്തെ ഒരു പക്ഷേ അത് അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ. ഇന്ന് നമുക്ക് പള്ളിയിൽ സമയത്ത് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ തന്നെ മക്കൾ ദേവാലയത്തിൽ എത്തുന്നുണ്ട് എന്നത് മാതാപിതാക്കൾ ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പള്ളിയിലേക്ക് വരുന്ന പല കുട്ടികളും പള്ളിയിൽ തന്നെ എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നിഷ്ഠ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ചാവർപിതാവ് ഒരു ശീലമായിട്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഒരു ശീലമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്ന, ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നുകൊണ്ടിരുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കാരണവന്മാർ, മുതിർന്ന തലമുറകൾ, അവരുടെ ആ ഒരു ശീലത്തെ ഇന്ന് നമ്മൾക്കതൊരു വലിയ കരുത്തായി സൂക്ഷിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതാണ് ജെയിംസ് ചേട്ടൻ പറഞ്ഞത് ഇല്ലേ? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്, നേരത്തെ നമ്മുടെ കാരണവന്മാരെല്ലാവരും ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റുന്നില്ല. കാരണം കുട്ടികൾക്ക് വേണ്ടി വേറെ കുർബാന, കാരണവന്മാർ പറ്റുമെങ്കിൽ രാവിലത്തെ കുർബാനയ്ക്ക് പോകുന്നു, കുട്ടികൾ ഉച്ചത്തെ കുർബാനയ്ക്ക് പോകുന്നു, കാറ്റഗിസം പഠനം ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരോടൊപ്പം പോയില്ലെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നത് മാതാപിതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ കുട്ടികൾ വേദപരിശീലനത്തിന് പോകുന്നു, അത് പഠിക്കുന്നു, അതെല്ലാം നമ്മൾക്ക് വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാണ്. അത് ഇന്ന് പൂർണ്ണമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ അങ്ങനെ പോകുന്നുണ്ട് എന്നൊരു ധാരണ, ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം, സംശയമോ തോന്നിയാൽ അവർക്കത് തിരുത്താൻ സാധിക്കും. അത് മാതാപിതാക്കന്മാരുടെ കടമയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരത് ആ രീതിയിൽ കുട്ടികൾ പള്ളിയിൽ എത്തുന്നുണ്ട്, വേദപഠനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് അവരുടെ ഉത്തരവാദിത്തം. കുട്ടികളെ പറഞ്ഞു വിട്ടതോടെ അവരുടെ കടമ തീരുന്നില്ല. അവരവരുടെ കടമ പൂർണ്ണമായിട്ടും നിർവഹിച്ചാൽ കുട്ടികൾ തീർച്ചയായിട്ടും എത്തും. ഇപ്പോൾ മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്വം ഈ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ സെക്കുലർ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, അവർക്കത് എത്രമാത്രം അറിയാം എന്നുള്ളതിനെപ്പറ്റി മാതാപിതാക്കൾക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. കാരണം അതിന് പരീക്ഷയുണ്ട്, ഇല്ലേ മോളെ? അതിന് പരീക്ഷയുണ്ട്, അപ്പോൾ അതിന് മാർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് പൊതുസമൂഹത്തിൽ ഈ കുഞ്ഞ് ബുദ്ധിയുള്ളോ കൊച്ചാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പഠനത്തോട് ബന്ധപ്പെട്ട പൊതു മാനദണ്ഡങ്ങൾ നമ്മൾ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുമ്പോഴുണ്ട്. പക്ഷേ സൺഡേ സ്കൂൾ കാറ്റഗിസത്തിൽ വിടുമ്പോൾ ഈ കൊച്ച് വിശ്വാസം പഠിക്കുന്നുണ്ടോ, എന്തുമാത്രം വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് കാറ്റഗിസം പരീക്ഷ മാത്രമാണ് ഒരു മാനദണ്ഡമുള്ളത്. പക്ഷേ എത്ര മാതാപിതാക്കൾ അതിനകത്ത് കുഞ്ഞിൻ്റെ വിശ്വാസത്തിലുള്ള വളർച്ചയെ പറ്റി ഉത്കണ്ഠയുള്ളവരാണ്? ചേട്ടാ എന്ത് പറയുന്നത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പേരെന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് തോമസ് ജോസഫ്, അമലാപുരി ഇടവക, കോഴിക്കോട്. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഒരു അപ്പനും അമ്മയും അവരുടെ മക്കളെ അതേ രീതിയിൽ തന്നെ വളർത്തുവാനാണ് പരിശ്രമിക്കുന്നത്. മക്കൾ വളരുമെന്നുള്ള മക്കൾ വളരുന്നത് അത് അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. കുടുംബമാണ് ഇതിൻ്റെ, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഏറ്റവും ധാർമ്മികമായ മൂല്യങ്ങൾ ഉള്ളത്. ആ കുടുംബ പശ്ചാത്തലം ഏതൊക്കെ വിധത്തിൽ നമുക്ക് മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അമ്മമാരെന്താ പറയുന്നത്? എന്താണ് മക്കളുടെ ഈ മതബോധന അഭ്യാസവും ഞായറാഴ്ച ദിനാചരണം ഒരു കുടുംബം എന്നുള്ള നിലയിലുള്ള
ഞായറാഴ്ച ദിനാചരണം ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പൊതുശീലമാണ് എന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴും? എടുക്കാനൊക്കെ പിള്ളേർക്ക് സാധിക്കും. പക്ഷേ അവരെ അതിന് അത്രമാത്രം ഉത്തരവാദിത്വം എടുക്കുന്നുണ്ടോ എന്ന് ഗൗരവം സംശയമാണ്. കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഗൗരവം കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഏത് രീതിയിൽ നമുക്ക് അതിന്റെ അളവോ തൂക്കമോ നോക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കുറച്ചൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവരെ കാറ്റീസത്തിന് എന്നാ പഠിപ്പിച്ചതെന്ന് ഒന്ന് ചോദിക്കുക. അടുത്ത ആഴ്ചയിൽ എന്നാ പഠിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് അന്വേഷിക്കുക. അങ്ങനെയൊക്കെ. പിന്നെ പ്രാർത്ഥനകളൊക്കെ ശരിയായിട്ട് നമ്മളൊന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവരെ. വിശ്വാസം കുഞ്ഞുങ്ങളിൽ വളരുന്നത് ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോയി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അവരുടെ ജീവിതാനുഭവങ്ങളെ അവരെങ്ങനെ നേരിടുന്നു, അതിനെങ്ങനെ കരുത്തു നേടുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഞായറാഴ്ച ദിനാചരണവും വിശുദ്ധ ബലിയും വേദപഠനവും ഒക്കെ ഒരു കരുത്ത് നൽകുന്നു എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്? കരുത്ത് നൽകുന്നുണ്ട്. പക്ഷേ അത് പേരൻസ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അത്രയും അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല വേദപാഠത്തിനും. അനുസരിച്ച് സ്കൂളിൽ ആണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജോലി സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്ന പുതിയ തലമുറ. പണ്ടൊക്കെ നമുക്ക് വേദപാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണവന്മാർക്ക് അത് നിർബന്ധമാണ്, കമ്പൽസറിയാണ്, പിള്ളേർ പോയിരിക്കണം. അവരങ്ങനെ സ്കൂളിലെ കഴിഞ്ഞും നിർബന്ധമായിട്ട് കാറ്റീസത്തെ പ്രധാനം കണ്ടായിരുന്നു. പക്ഷേ പുതിയ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജോലി അതിൻ്റെ സാധ്യതകളൊക്കെ കൂടുതലേ. വേദപാഠം കുറച്ചും കൂടെ കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് പോകുന്നത്. അത് കാരണമാണ് ഇപ്പം ഇങ്ങനെ വന്ന് തോന്നുന്നു. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിർബന്ധമാണ് രാവിലെ പള്ളിയിൽ പോകണം. കാരണന്മാർ ഒത്തിരി ദൂരം നടന്നാണെങ്കിലും പിള്ളേരെ വിളിച്ചേൽപ്പിച്ച് വിടും. പക്ഷെ ഇപ്പം പിള്ളേരെ ട്യൂഷന് കാര്യങ്ങൾ ഞായറാഴ്ചയുണ്ട്, ട്യൂഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിനാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പണ്ടത്തെ കാരണന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂഷന് പോകുന്നതിൻ്റെ പേരിൽ സൺഡേ കാറ്റഗിസം മുടക്കുന്ന ഒരു രീതിയുണ്ടോ നമുക്ക്? നമ്മുടെ ഇവിടെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ ഞായറാഴ്ച? അങ്ങനെ ഉണ്ട് ശരിക്കും. പക്ഷേ എൻ്റെ മകനൊന്നും ഞാൻ അങ്ങനെ കാറ്റീസത്തിനോ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി ട്യൂഷൻ മറ്റേ പോകാൻ നിർത്തലൊന്നുമില്ല. ട്യൂഷൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ട്യൂഷൻ പോകാറില്ല. ഞാനത് ഒരിക്കലും അതിന് ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നുവെച്ചാൽ നമ്മുടെ കാര്യങ്ങൾക്ക് ട്യൂഷനാണ് ഒരു പ്രധാന ഘടകമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നല്ലൊരു സങ്കല്പമാണ്. ചാവർപിതാവ് പറഞ്ഞത് ദേവാലയത്തിലെ കർമ്മങ്ങൾ മുടങ്ങുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഞായറാഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതിവിടെ ചാവർപിതാവ് പറഞ്ഞതനുസരിച്ച് നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വരെ, അതായത് ഇപ്പം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയല്ലാതെ മറ്റ് നമ്മുടെ മതപരമായ അനുഷ്ഠാനങ്ങൾ പോലും വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊക്കെ കഴിക്കുന്നവരെ ആത്മനാശങ്ങൾക്കും തിന്മകൾക്കും കാരണമാകുന്ന ഒരു പതിവാണെന്നാണ് ചാവർപിതാവ്. അതിനെപ്പറ്റി തോമസിന് എന്ത് പറയുന്നു? എന്താണ് ചാവർപിതാവ് അങ്ങനെ പറയാൻ കാരണം? ഇതിപ്പോൾ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ അടിയന്തരങ്ങൾ കഴിക്കേണ്ടത് നമുക്കൊരാവശ്യമല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഞായറാഴ്ച എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സൗകര്യമുള്ള ദിവസം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റ് പറയാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നോട് ആദ്യമേ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു വിശ്വാസികൾ ദേവാലയത്തോട് ചേർന്ന് ഞായറാഴ്ചകളൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്ന മറുപടി അന്ന് ഒരുവിധം ചിട്ടയോടുകൂടി ഇത് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാവുരുൾ, ഇങ്ങനൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് എഴുതി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ചാ വിഷയമാക്കുമ്പോഴാണ് ഉത്തരം കിട്ടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് പ്രത്യേകിച്ചും നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ അനുദിന ജീവിതത്തിലെ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിലാണ് ഉത്തരമാകുന്നത്. അപ്പം അതിൽ കുറവുകൾ വന്നു തുടങ്ങിയെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സമയത്ത് അത് മുഴുവൻ അദ്ദേഹത്തിനും കാണാൻ ഇട വന്നിട്ടില്ല എങ്കിൽ തന്നെ ദൈവനിവേശിതമായിട്ടാണ് ഈ ചാവുരുൾ അദ്ദേഹം കുറിച്ചത് എന്ന് പറയുന്നു. പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ പരസ്നേഹത്തിനും കുടുംബസമാധാനത്തിനും അതുപോലെ ദൈവ ശുശ്രൂഷയിലും നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിലും ദൈവപേടിയിലും
നീതിബോധത്തിലും ഒക്കെ കുറവ് വരുന്നുണ്ട് എന്ന് സൂചനകൾ കണ്ടു തുടങ്ങിയപ്പോൾ അതാണ് ഈ ചാവരുൾ എഴുതുമ്പോൾ അദ്ദേഹം ചാവരുൾ എഴുതുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ചാവരുളിന് അന്നത്തേക്കാൾ വളരെ കൂടുതൽ പ്രസക്തിയുള്ളതായിട്ടാണ് നമ്മൾ കാണുക. അതിൽ എന്നോട് അവസാനം ചോദിച്ച ചോദ്യം, ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാതെ പോകുമ്പോൾ നാശത്തിന് കാരണമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ എങ്കിലും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സാഹോദര്യവും സമാധാനവും ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്നതായിട്ട് നമ്മളൊരു വശത്തൂടെ കാണുന്നു. അതിന് ഉള്ള കാരണം പണ്ടത്തേനേക്കാൾ ഇന്ന് വ്യത്യാസപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കേണ്ട മൂല്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഉണ്ട്. ആ മൂല്യങ്ങളിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് ചാവറപ്പിതാവ് പ്രത്യേകിച്ചും ഞായറാഴ്ചകളിലും അതുപോലുള്ള കടമുള്ള ദിവസങ്ങളിലും കുടുംബത്തോട് തന്നെ ബന്ധപ്പെടുന്ന, വിശ്വാസത്തോട് ബന്ധപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ ആഘോഷമായിട്ടുള്ള പരിപാടികൾ മുഴുവൻ വേണ്ട എന്ന് തന്നെ നിർദ്ദേശിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു മരിച്ച വീടുകളിൽ കാര്യം കൂടെ സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, എല്ലാവരും ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുള്ള ബന്ധുമിത്രാദികളെല്ലാവരും അയൽവാസികളും എല്ലാവരും ഇതിൻ്റെ പേരിൽ അന്നത്തെ ദിവസം പള്ളിപ്പോക്ക് വേണ്ട എന്ന് വെച്ചാൽ അത് ശരിയല്ല എന്ന് തന്നെയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ബാക്കി എല്ലാവരും പള്ളിയിൽ പോകണം എന്ന് തന്നെയാണ് ചാവറപ്പിതാവ് വന്ന് ഉദ്ദേശിച്ചത്. അദ്ദേഹം തന്ന നിർദ്ദേശം അത് നിഷേധിക്കപ്പെട്ട ദുർമര്യാദയാകുമെന്നാണ് ചാവറപ്പിതാവ് എഴുതിയത്. അതെ, ആ ദുർമര്യാദ എന്ന് പറയുമ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മര്യാദ എന്ന് പറയുന്നത് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കിനെ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ അത് ഇടർച്ച എന്നുള്ളൊരു ആശയത്തിലേക്കും കൂടെ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ ദുർമര്യാദയാകുന്നത് എങ്ങനെ? നമുക്കറിയാം, അതാത് മതങ്ങളോട് ബന്ധപ്പെടുത്തി ആ മതവിശ്വാസത്തിനനുസരിച്ചുള്ള ബാഹ്യപ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ദേവാലയത്തോടോ വിശുദ്ധ സ്ഥലത്തോടോ കേന്ദ്രീകരിച്ചുള്ള ആ അനുഷ്ഠാനങ്ങൾ, അത് ഇന്ന് അതിന് മൂല്യം വരാതെ കൊണ്ട് വേറെ തരത്തിലുള്ള മൂല്യങ്ങളിലേക്ക് വ്യാപിച്ചു പോകുമ്പോൾ അതൊരു ദുർമര്യാദ ആകുന്നത് മറ്റുള്ളവർക്കും കൂടി ഇടർച്ചയ്ക്കും കൂടി അത് കാരണമായി ദുർമാതൃകയായി മാറുന്നു എന്നുള്ളതും കൂടെ വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഇതിനോട് കൂട്ടി നമ്മുടെ കത്തോലിക്ക സഭയുടെ ജീവിതവും വിശ്വാസവും പാരമ്പര്യവും എല്ലാം നമ്മൾ കൂട്ടി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സഭാ സമൂഹത്തെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഞായറാഴ്ച അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളും ആ ദിവസങ്ങളിൽ ദൈവജനം ദേവാലയത്തിൽ പോയി ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുക എന്നുള്ളത്. വിശുദ്ധ കുർബാന അത് നമുക്കറിയാം, നമ്മുടെ ജീവിത സ്രോതസ്സാണ് വിശുദ്ധ കുർബാന. ആ ഒരു വിശ്വാസം നമ്മുടെ ആളുകൾ പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകളിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റ് ഏത് സംഘടനകളിൽ നിന്നും വ്യത്യാസപ്പെട്ട് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും ഈ കാരണം ആഴ്ചയിൽ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കടമുള്ള ദിവസം വരുന്നു. അന്ന് ആ വിശ്വാസത്തോട് കത്തോലിക്ക വിശ്വാസമുള്ള ആളുകളെല്ലാവരും ദേവാലയത്തിൽ എല്ലാവരും കൊച്ചു പിച്ചടക്കം എല്ലാവരും പോകാൻ ശ്രദ്ധിക്കുന്നു. അവിടെ അത് ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ സ്നേഹത്തിലും സാഹോദര്യത്തിലും കുടുംബസമാധാനത്തിലും പിന്നെ നീതിബോധത്തിലും എല്ലാം വ്യത്യാസമുള്ളതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളിപ്പം ഞായറാഴ്ചകളിൽ ഏത് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പം 3 കുർബാനയുള്ള പള്ളികളുണ്ട്, 4 കുർബാനയുള്ള പള്ളികളുണ്ട്, വലിയ ഇടവകളിൽ 5 കുർബാന ഉള്ള ഇടവകളുണ്ട്. എല്ലാ കുർബാനകൾക്കും വിശുദ്ധ കുർബാനകൾക്കും പള്ളി നിറയെ വിശ്വാസികളുമുണ്ട് ഞായറാഴ്ച. നമ്മുടെ ഇവിടെ താമരശ്ശേരി രൂപതയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഞാനിപ്പം ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടവകളിലും തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കുർബാനകൾക്കും ആൾക്കാർ നിറഞ്ഞുണ്ട്. പക്ഷേ കാണുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുർബാന പകുതി ആകുന്നത് വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അതേ ഇടവകയിൽ തന്നെയുള്ളവരാണ് വരുന്നവർ. പല ഇടവകളിലും കാണുന്നത്
കുർബാന തുടങ്ങുന്ന സമയം തുടങ്ങിക്കഴിഞ്ഞിട്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഷ്ഠയോടുകൂടി ഈ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളവരുടെ സംഖ്യയ്ക്ക് കുറവ് വന്നിട്ടുണ്ടോ? ഇപ്പോഴും നമുക്കിങ്ങനെ സംഘാതമായിട്ട് കുർബാനയിൽ ആൾക്കാർ പങ്കെടുക്കുന്നു. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് നോക്കിയാൽ നല്ലൊരു സന്തോഷം തോന്നുന്നു. കാരണം നിറയെ ദൈവജനമുണ്ട്. എന്ത് പറയുന്നു അമ്മച്ചി? എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു ചിട്ടയോടുകൂടി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം എന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു തോന്നൽ ഇപ്പോൾ നമുക്ക് വളരുകയാണോ അതോ തളരുകയാണോ? ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ സൺഡേ സ്കൂളിലേക്കൊക്കെ നിവൃത്തിയില്ലാതെയാണ് ഓരോ കുഞ്ഞുങ്ങളെയും അമ്മമാർ അല്ലെ പേരൻസ് പറഞ്ഞു വിടുന്നത്. കാരണം അച്ഛന്മാരെ പേടിച്ചിട്ടാവാം, പള്ളിയിലേക്ക് അടുപ്പിക്കണമല്ലോ, അത് മാത്രം പോരല്ലോ എന്നൊക്കെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ വിടുന്നതായിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 10, 11, 12 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവരൊരു എൻട്രൻസിൻ്റെ ബേസിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ കൂടുതലും എൻട്രൻസ് ക്ലാസ്സുകൾ വരുന്നത് പല ബാച്ചുകളായിട്ടുള്ളത് ഹോളിഡേയ്സിലുണ്ട്. അപ്പോൾ സൺഡേ ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവർ വേദപാഠം ഒഴിവാക്കി അല്ലെ ഈ ദൈവിക പള്ളിയിലെ കാര്യങ്ങൾ, വിശുദ്ധ കുർബാനയോ അതിനൊക്കെ കുറച്ച് ചെറിയൊരു പ്രാധാന്യം കൊടുത്ത് എൻട്രൻസിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ പോകുന്നതായിട്ട് പല അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പല പിള്ളേരെയും പേരൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെയാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിവൃത്തിയില്ലാതെയാണ്. അതുകൊണ്ട് ഏതാണ്ട് വലിയ ഈ ഹയർ കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പം ഉപകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് അവർക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടൊക്കെ ആവാം അവർ അങ്ങനെയൊക്കെയാണ് ഒരു വേദപാഠത്തിനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കുർബാനയ്ക്കൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ കാഴ്ചവെപ്പിൻ്റെ സമയം വരെ ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവർ മുഴുവൻ കുർബാന കാണണമെന്നൊരു ബോധ്യം ആൾക്കാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് പേരൻസിന് കുറഞ്ഞതുകൊണ്ടാണ് മക്കൾക്കത് കുറവ് വരുന്നത്. അതായത് നമ്മുടെ മക്കൾക്ക് ദേവാലയത്തിൽ വന്ന് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ഉൾബോധ്യം ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള കാരണവന്മാരുടെ അത്രയും ഇല്ല എന്നൊരു ഫീലാണ് ചേച്ചിയുടെ സംസാരത്തിൽ നിന്നും അതെ ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ കുർബാനയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം. നീ ദൈവവും ദൈവിക കാര്യങ്ങളും വലിയ അത്യാവശ്യമില്ല എന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ ചിന്തിച്ചു പോവുക സ്വാഭാവികമായിരിക്കാം. എങ്കിലും അത് വളരെ കാട്ടുതീ പോലെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം, എൻ്റെ പിതാവും മാതാവും ഞങ്ങൾക്ക് തന്ന ആ ഒരു വിശ്വാസ കൈമാറ്റം, ദേവാലയത്തിൽ പോവുക, പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ കുർബാന മുടങ്ങാതിരിക്കുന്നത്. അപ്പം നമ്മളുടെ മക്കൾക്ക് ട്യൂഷനും മറ്റ് പരിപാടികൾക്കും വേണ്ടി വിശുദ്ധ കുർബാന മുടക്കുന്നു. മരണാനന്തര കർമ്മങ്ങൾ അല്ലെങ്കിൽ അയലോക്കത്തൊരാൾ മരിച്ചു, ഒരു കല്യാണം വരുന്നു, ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുന്ന കുർബാനയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കും. ചില അച്ഛന്മാരുടെ കുർബാന കാണാനും ആ വചനപ്രഘോഷണം കേൾക്കാനും ഒരു പ്രത്യേക ഒരു ഇമ്പവും താല്പര്യവും ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്.